എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ സ്റ്റാൻലിയും അലീനയും വലിയപ്പച്ചനോടെ തിരിച്ചു വരുന്നു. സ്റ്റാൻലി ഭയങ്കര ഗൗരവത്തിൽ വണ്ടി കൊണ്ടുവിട്ടിട്ട് അന്നേരം തന്നെ ഇറങ്ങിപ്പോവും. അലീന പയ്യെ വലിയപ്പച്ചനെ പിടിച്ചിറക്കി പോകാൻ തുടങ്ങുമ്പോൾ ആൻ്റപ്പൻ ചോദിക്കും എല്ലാവരും കണ്ടോ എന്ന്. അന്നേരം ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് കണ്ടു തീർക്കാൻ പറ്റുമോ? ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നമുക്ക് പോയി കാണാം എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് പയ്യെ അകത്തോട്ട് കയറി പോവുകയാണ്. ഇവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും വിനോദ് ചോദിക്കും ആൻ്റപ്പനോട്, എന്തിനാ ഈ പെങ്കൊച്ചിന് ഈ എസ്റ്റേറ്റൊക്കെ കൊണ്ട് കാണിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ പറയും ചിലപ്പം ആ പെങ്കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുക്കുമായിരിക്കും, അതൊക്കെ തീരുമാനിക്കുന്നത് സാബല്ലേ എന്ന് പറയുമ്പോൾ ഇന്നലെ വന്ന ആ പെങ്കൊച്ചിൻ്റെ പേരിൽ ഇതൊക്കെ എഴുതി കൊടുക്കേണ്ട കാര്യം എന്താ, ഇതിൻ്റെ പിറകെ നമ്മളറിയാത്ത വേറെ എന്തൊക്കെയോ ഉണ്ട് ആൻ്റപ്പ ചേട്ടാ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ മേലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത് നല്ലത് എന്ന് പറയും. അന്നേരം വീണ്ടും വിനോദ്, ഇനി പോകെ പോകെ നമ്മളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആർക്കറിയാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ആൻ്റപ്പൻ. ഏതായാലും സ്റ്റാൻലി അകത്തോട്ട് കയറി വന്ന് സോഫയിലിരിപ്പുണ്ട്. അപ്പച്ചനും അലീനയുടെ കയറി ചെല്ലുമ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. അന്നേരം അലീന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം വലിയപ്പച്ചൻ ചോദിക്കും, അലീന നിനക്കിനി എവിടെയെങ്കിലും പോകാനുണ്ടോ, വല്ല ബ്യൂട്ടി പാർലറിലോ അതുപോലെ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം അലീന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അനാഥാലയം ഉണ്ടോ, അല്ലെങ്കിൽ അഗതി മന്ദിരമാണെങ്കിലും മതി, അവിടെ ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങ് പാലായിലും പുനലൂരും കൊല്ലത്തും ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഇവിടെയുള്ളതൊന്നും എനിക്കറിയില്ല, അറിയുമായിരുന്നെങ്കിൽ അവിടെ പോകാമായിരുന്നു, അവിടെ എന്തെങ്കിലും സഹായം ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുവാണ് സ്റ്റാൻലിക്ക്. സ്റ്റാൻലി ചാടി എഴുന്നേറ്റിട്ട് അതൊക്കെ ആൻ്റപ്പനോട് പറ, ആൻ്റപ്പൻ ചെയ്തു തരും എന്ന് പറയും. അന്നേരം അലീന ഇച്ചിരി ഒരു പരിഭവത്തോടെ നിന്നിട്ട് ഇങ്ങനെ പറയുവാണ്, അതിന് എൻ്റെ പപ്പയല്ലല്ലോ ആൻ്റപ്പൻ, എൻ്റെ പപ്പ ഇതല്ലേ എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി ദേഷ്യപ്പെട്ട് പറയുവാണ്, ഇവൾക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, തോട്ടം കൊണ്ട് കാണിച്ചതോ അവിടെ ഇത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതോ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ടു, അവിടെ വരുമാനം ഉള്ളതും ഒക്കെ നല്ലതാണ്, പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ലേ, അതിൽ നിന്ന് ഒരു ശകലം എടുത്ത് ഒരു അനാഥാലയത്തിനെയോ അഗതി മന്ദിരത്തെയോ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു, അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ അനാഥാലയം എന്ന് കേൾക്കുന്നത് തന്നെ ഇറിറ്റേഷനാണ് എന്ന് സ്റ്റാൻലി പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചത് അനാഥാലയത്തിൽ. ഇത്രയും പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും സ്റ്റാൻലി പറയും, നിർത്ത്, എപ്പോഴും ഈ കാര്യം തന്നെ പറയേണ്ട കാര്യമില്ല, ഇത് പറയരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞേക്കുന്നതല്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അവിടെയാണ് ജീവിച്ചത്, എൻ്റെ ആൾക്കാരെല്ലാം അവിടെയാണ് ഉള്ളത്, അവരെല്ലാം മറന്നിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ എന്നെ വേണേ തിരിച്ച് അങ്ങോട്ട് തന്നെ വിട്ടേരെ, എനിക്ക് കുഴപ്പമില്ല എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയൂട്ടോ, ഞാൻ അനാഥാലയത്തിൽ ജീവിച്ചതാണ്, അനാഥാലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് എന്നെ സ്നേഹിക്കാനും ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞോ, നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞോ, ഞാൻ അതുകൊണ്ടാണോ നിന്നെ ഞാൻ എൻ്റെ മകളായി സ്വീകരിച്ചതും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും, അങ്ങനെയാണോ നീ മനസ്സിലാക്കിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ആ അനാഥാലയത്തിലാണ് 10-23 വർഷം ജീവിച്ചത്, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പം ഞാൻ മാത്രം തിന്നു കുടിച്ച് വീർത്തങ്ങ് കഴിഞ്ഞാൽ പോരല്ലോ, അവരെയും സഹായിക്കണ്ടേ, അതാണ് രീതി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പപ്പയ്ക്കുണ്ടെങ്കിൽ പപ്പ അത് ചെയ്യണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പാലായിക്ക് പോകാനുള്ള വണ്ടിക്കൂലി മാത്രം തന്നാൽ മതി, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ട്, അലീന ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, നിനക്ക് ഇങ്ങനെയൊക്കെയാണോ മനസ്സിലായതെന്ന് ചോദിക്കുമ്പോൾ അലീന പിന്നെയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനാഥാലയത്തിൽ ജീവിച്ച പെൺകുട്ടിയാണ്, അവരെ മറന്നിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ തന്നെ പറയുന്നു അലീന. അതിൻ്റെ കൂടെ അലീന എടുത്തു പറയുന്ന കാര്യമുണ്ട്, അവിടെ ജീവിക്കുന്ന ഓരോ കുട്ടികൾക്കും ഒരു സ്റ്റാൻലി പപ്പയും ഒരു വൈജയന്തി അമ്മയും ഉണ്ട്, അത് പരസ്പരം അറിയാതെ എവിടെയോ ആണ്, അവർ ചെയ്ത തെറ്റുകൊണ്ടല്ല അവരവിടെ എത്തിയത് എന്നുകൂടി പറയുന്നുണ്ട്. അലീനയുടെ ആ വാദങ്ങളൊന്നും അങ്ങ് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ. അന്തേക്കും ഇവർ തമ്മിൽ വഴക്കാകും എന്ന് തോന്നിയിട്ട് വലിയപ്പച്ചൻ ഇടയ്ക്ക് കയറി ഇടപെടും. അയ്യേ എൻ്റെ ചിന്നമ്മ ഇത്രയേ ഉള്ളൂ, ഇത്രയും ഒരു കാര്യം കേൾക്കുന്നേക്ക് അങ്ങ് പിണങ്ങിയാൽ ശരിയാവുമോ, നമ്മൾ പുറത്ത് പോയി യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, മോളിങ്ങ് വന്നേ എനിക്കൊരു നല്ല ഉഗ്രം ചായ ഇട്ട് തന്നെ എന്നൊക്കെ പറഞ്ഞ് പയ്യെ അലീനെ അവിടെ നിന്ന് അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് വലിയപ്പച്ചൻ. സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ. സ്റ്റാൻലി എന്ത് കാര്യം പറഞ്ഞാലും അത് അനുസരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അലീന തെറ്റാണെങ്കിൽ അത് തെറ്റാന്ന് പറയുന്നു, അതിനെ എതിർക്കുന്നു, അതിൻ്റെ ശരിയായ വശം പറയുന്നു, ഇതൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും എന്നത്തെയും പോലെ തന്നെ സ്റ്റാൻലി മദ്യപിക്കാനിരുന്നു. അന്നേരം അങ്ങോട്ടേക്ക് വലിയപ്പച്ചൻ വരുന്നുണ്ട്. എന്നിട്ട് നീ തുടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം എന്താ അപ്പച്ചന് വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ശബ്ദത്തിന് ഇത്ര കനം എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുന്നത്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നവർ മാത്രമേ ഇത്രയോ നാളും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ, ഇവളിങ്ങനെ എന്നോട് യുദ്ധത്തിന് വരേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അവൾ പറഞ്ഞാൽ എന്താ തെറ്റ്, അവൾ ഇത്രയും കാലം അനാഥാലയത്തിലാണ് ജീവിച്ചത്,
ചോദിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് ആൻ്റപ്പനാണോ ചെയ്തു കൊടുക്കേണ്ടത്? അവളൊരു കാര്യം പറഞ്ഞത് അവളുടെ അപ്പനോടാണ്, അത് ചെയ്തു കൊടുക്കേണ്ട അവളുടെ അപ്പനല്ലേ, അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടുവാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ഈ അനാഥാലയം എന്ന് കേൾക്കുന്നതേ ദേഷ്യം വരും, എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ വരുവാണ് അത് കേൾക്കുമ്പം എന്ന് പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അതുകൊണ്ട് അവളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് നേരെ ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം നന്നായിട്ട് കൊള്ളും, നല്ല വേദനിക്കുകയും ചെയ്യും, അതിന് കാരണം അവർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്ന് പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്, എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്, അത് ഞാൻ ചെയ്തതിൻ്റെ തന്നെയാണെന്ന് തന്നെ കൂട്ടിക്കോ എന്ന് കരുതി ഇനിയും അത് തന്നെ ആവർത്തിക്കണമെന്നുണ്ടോ? അത് തിരുത്താൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ അതാ ഞാൻ നിന്നോട് പറയുന്നത്, വീണ്ടും വീണ്ടും അത് ചെയ്യണം എന്ന നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്നെ ലാലിച്ച എന്ന് വയ്ക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവൾക്ക് വേണ്ടി സൈഡ് പറയാനല്ലേ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം ഞാൻ അവൾക്ക് വേണ്ടി സൈഡ് പറഞ്ഞതൊന്നുമല്ല, ന്യായം എവിടെയാണ് എന്ന് നമ്മൾ നോക്കണം, എന്നിട്ട് അതനുസരിച്ച് അങ്ങ് നിൽക്കണം എന്ന് കരുതി അങ്ങനെ നിന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ന്യായം അവളുടെ ഭാഗത്താണ്, നമുക്ക് കിട്ടിയ ഒരു തുകയിൽ നിന്ന് ഒന്ന് അനാഥാലയത്തിനെ സഹായിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് നിനക്കെന്താ മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് ആലീനയുടെ ഈ എതിർത്ത് പറയുന്ന സംസാര രീതി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് നിൽക്കണമെന്നാണ് സ്റ്റാൻലിയുടെ ഒരു രീതി. ഏതായാലും വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൾ പറഞ്ഞതാ നേരെ എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കറിയാം അപ്പച്ചൻ അവളുടെ സൈഡിൽ നിൽക്കുള്ളൂ എന്ന്, ചിന്നമ്മ പറയുന്നത് കേട്ട് നിൽക്കാനല്ലേ അപ്പച്ചനെ കൊണ്ട് പറ്റുള്ളൂ, അപ്പച്ചൻ അവളെ പേടിയല്ലേ, കഴിഞ്ഞ ദിവസം പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു, എൻ്റെ ഈ മകളെ ഇവിടുന്ന് പറപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നോ, എന്നിട്ടിപ്പോൾ അവളുടെ കൂടെ കൂടി, ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം, എടാ ഞാൻ അവളുടെ സൈഡ് നിന്നതൊന്നും അല്ല, നിനക്ക് കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവളെ പേടിയല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് എനിക്കാരും പേടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, എങ്കിലേ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു പെഗ് ഒഴിച്ച് കയ്യിലോട്ട് കൊടുക്കുക, ഇതങ്ങ് കുടിക്കുക എന്ന് പറയും. അന്നേരം വല്യപ്പച്ചന് മടിയാണേ, അത് എനിക്കിഷ്ടമല്ല എന്ന് അപ്പച്ചൻ അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട, എന്തോ ഭയങ്കര തലവേദനയാണ് എന്ന് പറയുമ്പം, തലവേദനയ്ക്ക് ഇത് നല്ല ബെസ്റ്റ് സാധനം, അങ്ങ് കുടിക്കുക എന്ന് പറയും. അന്നേരം പറയും, വേണ്ടടാ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാകും, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവളെ അപ്പച്ചനെ പേടിയാണെന്ന് എനിക്കറിയാം എന്നങ്ങനെ വീണ്ടും സ്റ്റാൻലി പറയുമ്പം, അങ്ങനെ ഒന്നുമില്ല, ഞാനൊരു ന്യായം പറഞ്ഞതേ ഉള്ളൂ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് അപ്പച്ചൻ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി പുതിയ വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ ഓട്ടോയുമായിട്ട് വീണ്ടും മുറ്റത്ത് വന്നു, പൈസയൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് അവർ പറയുന്നുണ്ട്, ഈ വീട് ഞാൻ പലതവണ ഈ റോഡിൽ കൂടെ പോകുമ്പം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടാണ് ജോലിക്ക് വരുന്നത് എന്ന് മനസ്സിലായില്ലായിരുന്നു എന്ന് പറയും. അന്നേരം നീ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഈ സഞ്ചിയിലുണ്ട്, പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും പഴയ നൈറ്റിയോ ചുരിദാറൊക്കെ തന്നാൽ ഞാൻ ഇട്ടോളാം എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കാം, ഇങ്ങോട്ട് കയറി വാ എന്ന് പറയും. അവരകത്തോട്ട് കയറി ചെന്ന് എന്തെങ്കിലും ബബിതയെ വിളിക്കും. അന്നേരം ബബിത അടുക്കളയിൽ നിന്നാണ് വരുന്നത്. നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു, പിന്നെ പഴംപോളി ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഇതൊക്കെ ഇനി ഇവൾ നോക്കിക്കോളും എന്ന്. അന്നേരം ബബിത ചോദിക്കും, ഇത്രയും നാളും ഞങ്ങളുടെ കഷ്ടപ്പാട് കാണാൻ ആരും ഇല്ലായിരുന്നല്ലോ എന്ന്. അന്നേരം ഇത്രയും നാളും കണ്ടില്ല, അതിന് പകരമായി ഇപ്പോൾ കാണുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ബബിതയ്ക്ക്. അപ്പോഴത്തേക്കും കൃഷ്ണമോളെ വിളിക്കും. കൃഷ്ണമോളെ വിളിച്ച് അവളോടുകൂടെ പറയട്ടെ എന്ന് പറയുന്നു. കൃഷ്ണമോ നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം, ഞാൻ ചായ എടുക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം ഈ സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു. കൃഷ്ണമോള അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കും. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ, ഇന്നൂടെ എടുത്തു, നാളെ തൊട്ട് ഇവള് കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് പറയുവാണ്. കൃഷ്ണമോൾ ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ വരും കേട്ടോ. ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നതിന് മുമ്പ് കൃഷ്ണമോൾ ചായ കൊണ്ടുവയ്ക്കും, വൈജയന്തിക്കും ബബിതയ്ക്കും ഒക്കെ കൊടുക്കും. അന്നേരം വൈജയന്തി വേലക്കാരിയോട് പറയുന്നുണ്ട്, നീ ഒരു ഗ്ലാസ് ചായ എടുത്തോ എന്ന്. അന്നേരം കൃഷ്ണമോള് സുനിതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ AK-47 അമ്പും വില്ലും മലപ്പുറം കത്തിയും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നോക്കുവാണ് അവരെ. അന്നേരം അതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്താ അവളെ പേടിപ്പിക്കുവാണോ എന്ന്. അതിനുശേഷം ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും കൃഷ്ണമോള, അച്ഛാ വാ ചായ കുടിക്കാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോൾ ഇവരെ കാണുമല്ലോ, ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ആരാ എന്ന് ചോദിക്കും. അന്നേരം ഞാനിവിടെ പുതിയ ജോലിക്ക് വന്നതാ എന്നിങ്ങനെ പറയുന്നു. അന്നേരം ആരാ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പം, സുനിതയ്ക്കുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാം എന്ന് വൈജയന്തി പറയുവാണ്. അപ്പോഴത്തേക്കും ചായ എടുത്ത് കൃഷ്ണമോൾ കൊടുക്കും. അന്നേരം ചായ കുടിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു സെർവൻറ്റിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നോ എന്ന്. അന്നേരം ഇല്ലായിരുന്നു വെച്ചാൽ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ വെച്ചതാണ് എന്ന് ബബിത പറയുവാണ്. അന്നേരം നോക്കാം നമുക്ക് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ.
അത് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോവാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈകിട്ട് TV കണ്ടുകൊണ്ടിരിക്കുവാണ് ബബിത. അപ്പോഴത്തേക്കും വൈജയന്തി വന്ന് വിളിക്കും. ആദ്യം വിളിച്ചിട്ട് കേൾക്കുന്നില്ല, TV ഓഫ് ചെയ്യും. വന്നിട്ട് നേരം എന്തിനാമേ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് ദേഷ്യപ്പെടുമ്പം ഭക്ഷണം കഴിക്കേണ്ട ഇവിടെ ആർക്കും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വന്ന് എടുത്തു വെച്ചു എന്ന് പറയും. കൃഷ്ണമോൾ എന്തേന്ന് ചോദിക്കും, അവൾ റൂമിലുണ്ട് എന്ന് പറയും. നേരം കൃഷ്ണക്കുട്ടി ഇങ്ങ് വന്നെടി എന്ന് പറഞ്ഞ് ബബിത വിളിക്കുമ്പോൾ ഇത് എന്നതൊക്കെ അടിയെ വിളിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞങ്ങൾ പരസ്പരം പലതും വിളിക്കും, അതിന് അമ്മയ്ക്ക് എന്നാ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഏതായാലും കൃഷ്ണമോൾ വന്നു കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ബാലേന്ദ്രനെയും രോഹിത്തിനെയും നീ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയും. അന്നേരം എനിക്ക് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റിയല്ലമ്മേ എന്ന് പറയുമ്പോൾ പൊക്കിടി മര്യാദയ്ക്ക് എന്ന് പറയുവാണ്. അങ്ങനെ കൃഷ്ണമോൾ രണ്ടുപേരെയും വിളിക്കാനായിട്ട് പോകുന്നു. അവരും ഇറങ്ങി വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബബിത വന്നിരിക്കുന്നു. അതുപോലെ ബാലേന്ദ്രനും രോഹിത്തൂടെ കൈ കഴുകാനായിട്ട് ചെല്ലുമ്പം പയ്യെ രോഹിത്ത് ബാലേന്ദ്രനോട് പറയുക, അച്ഛാ എൻ്റെ ബൈക്ക് പഴയതായി, എനിക്ക് വേറെ ഒരെണ്ണം മേടിക്കണം എന്നുണ്ട് എന്ന്. അന്നേരം എത്ര വർഷമായി അത് മേടിച്ചിട്ടെന്ന് ചോദിക്കുമ്പോൾ 3 വർഷമായി എന്നിങ്ങനെ ഒരു പരിങ്ങി നിന്നിങ്ങനെ പാവമായിട്ടോ പറയുന്നത്. അന്നേരം നോക്കാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുവാണ്. എന്നിട്ട് വിളമ്പാൻ തുടങ്ങുന്നു. എല്ലാം അവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വൈജയന്തി വേലക്കാരിയോട് പറയുവാണ്, സുനിതേ നീ ഇരുന്നു, നീ എന്തിനാണ് വെറുതെ നോക്കിയിരിക്കുന്നത് എന്ന്. അത് ബാലേന്ദ്രനായിട്ടുള്ള പണിയാണ്. കാരണം അലീനെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നല്ലോ. ഇപ്പോഴും ചൊറിച്ചിലിന് യാതൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും പിള്ളേരുടെ മുഖം എല്ലാം അങ്ങ് മാറും കേട്ടോ. ബാലേന്ദ്രന് പണി കൊടുക്കാൻ വേണ്ടിയാണ് വൈജയന്തി അങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. ഏതായാലും ഇരുന്നിട്ട് സുനിത ഭക്ഷണം വിളമ്പാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ സുനിത ഭക്ഷണം എടുക്കാൻ വരട്ടെ എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഏതായാലും സുനിത അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് തന്നെ വിട്ട് കാണും. അതിൻ്റെ പേരിൽ പിന്നീട് മക്കളുമായിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട് വൈജയന്തി മക്കളോട്, കൃഷ്ണമോളോടും ബബിതയോടുമായിട്ട് പറയുവാണ്, നിങ്ങളുടെ സൗകര്യത്തിനല്ല നിങ്ങളിവിടെ ജീവിക്കേണ്ടത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ ചിലവിൽ ഞാൻ എന്തെങ്കിലും കിടക്കേണ്ടി വന്നാൽ ഇന്ന് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ സൗകര്യത്തിന് ഇവിടെ ജീവിച്ചോണം എന്ന്. ബബിത വിട്ടുകൊടുക്കുന്നില്ല, തർക്കുത്തരം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ സ്റ്റാൻലിയുടെ വീടാണ്. അപ്പച്ചനും അലീനയൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അവർ ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുന്നു. അന്നേരം സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു പിണക്കമാട്ടോ, അലീനയും സ്റ്റാൻലിയും തമ്മിൽ. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഏതായാലും ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിയുമ്പം ഈ സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിന് അത്ര ഇഷ്ടമല്ല അലീനയ്ക്ക്. അലീന ഇങ്ങനെ വിഷമിച്ച് അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്യപ്പച്ചൻ ചെയ്തോളം ഇങ്ങനെ തലകൊണ്ട് കാണിക്കും. അന്നേരം സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുവാണ് അലീന. അത് കാണുന്നത് സ്റ്റാലിനിക്ക് ഇഷ്ടപ്പെടില്ല. അലീന എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. അന്നേരം അലീന ഇങ്ങനെ പേടിച്ച് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.